യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഐ ഗ്രൂപ്പ്. അബിൻ വർക്കി ഒഴിവാക്കിയത് നീതികേടെന്നാണ് രാഹുൽ ഗാന്ധിക്ക് പരാതി പോയിരിക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പിനെ നോക്കുകുത്തിയാക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതിനാൽ പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് നേതാക്കൾക്കിടയിലെ ധാരണ. രമേശ് ചെന്നിത്തല നേതാക്കളുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഹൈക്കമാൻഡിന് പരാതി പോയിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം നേരത്തെ വന്നു. അബിനുമായിട്ട് കൂടിയാലോചന നടത്തേണ്ടിയിരുന്നു, അബിനുമായി സംസാരിക്കേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞത്. അപ്പോൾ ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തല മറ്റു നേതാക്കളുമായിട്ട് സംസാരിച്ചുവെന്നാണ് അറിയുന്നത്. പരസ്യ പ്രതിഷേധമുണ്ടാവില്ല, പക്ഷേ ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിക്കാനാണോ ധാരണ? അരുൺകുമാർ, ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ നിയമനത്തിൽ AI ഗ്രൂപ്പുകൾക്ക് കടുത്ത അമർഷമുണ്ട്. കാരണം സംസ്ഥാന അധ്യക്ഷനായി A ഗ്രൂപ്പ് KM അഭിജിത്തിനെയും അബിൻ വർക്കിയെ ഐ ഗ്രൂപ്പും നിർദ്ദേശിച്ചു. ഈ രണ്ടുപേരെ അവഗണിച്ചു. അതിൽ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ അവഗണിച്ചതിലാണ് ഐ ഗ്രൂപ്പിന് കടുത്ത അമർഷം. ഇത് സംബന്ധിച്ചാണ് ഐ ഗ്രൂപ്പ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കേന്ദ്ര ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കും പരാതി കൈമാറിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു സംഘടനാ തെരഞ്ഞെടുപ്പ്. ആ സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നിയമനം നടന്നിരിക്കുന്നത്. OJ ജനീഷ് കുമാറിനെ നിയമിച്ചത് മാത്രമല്ല, വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയെ നിയമിച്ചതിനെതിരെയുള്ള പരാതി കൂടിയുണ്ട്. A ഗ്രൂപ്പിനും അതിൽ കടുത്ത അതൃപ്തിയുണ്ട്. അഭിജിത്തിനെ എന്തുകൊണ്ട് വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയില്ല എന്ന ചോദ്യമുണ്ട്. ഒപ്പം അബിൻ വർക്കിയെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കണമെന്ന ആവശ്യം കൂടി ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും കടുത്ത അമർഷമാണ്. പക്ഷേ പരസ്യ പ്രതികരണം ഏതായാലും ഐ ഗ്രൂപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകില്ലെന്ന് ഉറപ്പായി. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പേ ഒരു പരസ്യ പ്രതികരണവും ഭിന്നതയും രൂക്ഷമായി കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന വിലയിരുത്തലാണ്. അതുകൊണ്ടാണ് പരസ്യ പ്രതികരണം വേണ്ട. പക്ഷേ പാർട്ടി ഫോറങ്ങളിൽ കൃത്യമായി ഈ വിഷയത്തിലുള്ള പരാതികളും വിമർശനങ്ങളും ഉന്നയിക്കാൻ തന്നെയാണ് AI ഗ്രൂപ്പുകളുടെ തീരുമാനം. റോഷി, ഒരു നിമിഷം നിൽക്കണം. ഇപ്പോൾ VS രഞ്ജിത്ത് ഒരു വാർത്ത തരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഈ പരസ്യ വിമർശനവുമായിട്ട് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ N സുബ്രഹ്മണ്യന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. 1,70,000-ൽ വലുതാണ് 17,000 എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അബിൻ വർക്കി നേടിയത് 1,70,000 ഇതിൽ ജനീഷ് നേടിയത് 19,000. പക്ഷേ അന്നത്തെ സാഹചര്യം നമുക്കറിയാം. ഗ്രൂപ്പ് സമവാക്യങ്ങളായിരുന്നു അന്നത്തെ മത്സരത്തിനിടയായി ഉണ്ടായിരുന്നത്. ജനീഷ് ഔദ്യോഗിക സ്ഥാനാർത്ഥി ആയിരുന്നില്ലേ ഗ്രൂപ്പിന്റെ. അപ്പോൾ പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങുകയാണ്. ഫേസ്ബുക്കിലെ ഒരുപക്ഷെ ഒരു മുതിർന്ന നേതാവിന്റെ ആദ്യത്തെ പ്രതികരണം എന്ന് വേണമെങ്കിൽ N സുബ്രഹ്മണ്യന്റെ പ്രതികരണത്തെ കാണാം, അല്ലേ റോഷി? അരുൺകുമാർ, തീർച്ചയായും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള മലബാറിലെ നേതാവാണ്. നേരത്തെ KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു N സുബ്രഹ്മണ്യൻ. ഇപ്പോൾ രാഷ്ട്രീയ സമിതി അംഗമാണ്. കൊയിലാണ്ടിയിൽ 2 വട്ടം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള N സുബ്രഹ്മണ്യൻ ഈ പരോക്ഷമായ വിമർശനത്തെ പ്രാധാന്യത്തോടെ കാണണം. പക്ഷേ ഒരു പരസ്യമായ വിമർശനവും വിഴുപ്പലക്കലും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാകാം ഒരുപക്ഷെ പരോക്ഷ വിമർശനത്തിൽ ഒതുക്കിയത്. അത് ഐ ഗ്രൂപ്പിൻ്റെ അമർഷവും അസംതൃപ്തിയും ആണ് കാണിക്കുന്നത്. ആ പോസ്റ്റിൽ കൃത്യമായി അത് പ്രതിഫലിക്കുന്നുണ്ട്. കടുത്ത പ്രതിഷേധം ഐ ഗ്രൂപ്പിനുണ്ട് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി N സുബ്രഹ്മണ്യൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണേണ്ടി വരും. മറ്റു നേതാക്കളൊന്നും തൽക്കാലത്തേക്ക് പരസ്യമായി പ്രതികരിച്ചില്ല. KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന ഭാരവാഹികൾ രമേശ് ചെന്നിത്തലയോട് പ്രതികരിക്കാൻ വേണ്ടി പരസ്യ പ്രതികരണത്തിന് അനുമതി ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല അനുമതി നൽകിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ആരും പ്രതികരിക്കരുത്, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും, സാധാരണ പ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിൽ പദവിയും നേട്ടങ്ങളും ലഭിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്, അവർക്ക് പ്രധാനപ്പെട്ട ചുമതലകൾ ലഭിക്കാനുള്ള അവസരമാണിത്, ആ അവസരം ഇപ്പോൾ പരസ്യ വിമർശനവും പരസ്യ വിഴുപ്പലക്കലും കൊണ്ട് നഷ്ടപ്പെടുത്തരുത് എന്ന നിലപാടാണ് രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും സംസ്ഥാന ഭാരവാഹികൾക്ക് നൽകിയ നിർദ്ദേശം. അങ്ങനെ തൽക്കാലത്തേക്ക് അങ്ങനെയുള്ള ഒരു അമർഷം അത് കടിച്ചമർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പരാതി പോയിരിക്കുന്നു. അതിൽ എന്താണ് ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടെന്ന് അറിയാനായി കാതോർത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇനി കൂടുതൽ നേതാക്കൾ ഇതുപോലെ പരോക്ഷ വിമർശനവുമായി രംഗത്ത് വരുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടി വരും. ഓക്കെ, റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.